മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കുടുംബം എന്ന സ്ഥിതിക്ക് രാധികയെ കൂടുതൽ ഇഷ്ടമാണ് പ്രേക്ഷകർക്കെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയുടെ ഒരു പ്രത്യേക ഇഷ്ടമാണ് പ്രേക്ഷകർക്ക്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് പുലർത്താറുള്ളതും. ഇപ്പോഴിതാ മൂത്ത പുത്രി ഭാഗ്യയ്ക്കും രാധികയുടെ അതേ സ്വഭാവമാണെന്നാണ് പ്രേക്ഷകരുടെ കണ്ടുപിടുത്തം. ഇപ്പോൾ ഭാഗ്യ തൻ്റെ കഴിവുകൊണ്ട് പരമാവധി ഒരു ഗാനം പാടിയിരിക്കുകയാണ്. തുളസി എന്ന് പറയുന്ന ഒരു ഗാനം ഈ ഇടയ്ക്ക് വെച്ച് ട്രെൻഡിങ് ആയിരുന്നു. ആ ഗാനമാണ് ഇപ്പോൾ ഭാഗ്യ പാടിയെത്തിയിരിക്കുന്നത്. രാധിക നന്നായി പാട്ട് പാടുന്ന കഴിവുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ രാധികയുടെ കഴിവ് മകൾക്ക് കിട്ടിയെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോൾ ഭാഗ്യ തന്നെയാണോ പാടിയിരിക്കുന്നത് എന്നാണ് പിന്നീടുള്ള പ്രേക്ഷകരുടെ സംശയം. മുൻപ് നൃത്തം ചെയ്തും ഭാഗ്യ എത്തിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യ മാത്രമല്ല, ശ്രേയസും അതിനോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കുടുംബത്തിലെ ആദ്യ വിവാഹമായിരുന്നു ഭാഗ്യയുടേത്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത്. സുരേഷ് ഗോപിയും രാധികയും അന്ന് വളരെയധികം സന്തോഷ ദമ്പതികളായി തന്നെ ഓടി നടക്കുന്നത് എല്ലാവരും കാണുകയും ചെയ്തിരുന്നു. താരനിബിഡമായൊരു വിവാഹം തന്നെയായിരുന്നു അന്ന് ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടന്നത്. അതിനുശേഷം ഭാഗ്യയെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇത്തരത്തിൽ വീഡിയോ വരെ എത്തിയിരിക്കുന്നത്. ഭാഗ്യ പാടും എന്നറിയാം, എന്നാൽ ഈ പാട്ട് ഭാഗ്യയാണോ പാടിയിരിക്കുന്നത്? ശബ്ദം മനസ്സിലാകുന്നില്ലല്ലോ. ശബ്ദത്തിനോട് ഒരു സാമ്യവുമില്ല എന്ന് വേണം പറയാൻ. സോഷ്യൽ മീഡിയയിൽ പോലും പലരും ഇത് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്ത എന്ന് തന്നെ നമുക്ക് അതിനെപ്പറ്റി പറയാനും സാധിക്കും. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർക്ക് വളരെയധികം മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയാണിത്. ഇപ്പോഴിതാ ഭാഗ്യയെക്കുറിച്ച് ചോദിക്കുന്നത് പോലെ തന്നെയാണ് സുരേഷ് ഗോപിയെ പറ്റിയും ചോദിക്കുന്നത്. സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമാണോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം. കാരണം ഭാഗ്യയുടെ ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ തൻ്റെ മകളുടെ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഞെട്ടിയിട്ടുണ്ടാകും. മകളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ഗാനം ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. മകൾ നല്ല സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും ഇത്തരത്തിൽ ഗാനാലാപന ശക്തിയിൽ മുന്നേറുമെന്ന് ആരും കരുതിയിട്ടുമുണ്ടാകില്ല. അതുതന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. പ്രേക്ഷകരും ഇത് തന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഇത് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഭാഗ്യയുടെ സ്നേഹം കൂടുകയാണ്. രാധികയെ പോലെ തന്നെ വളരെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു താരമെന്ന നിലയിൽ തന്നെയാണ് എല്ലാവരും ഭാഗ്യയോടും സംസാരിക്കുന്നത്. രാധികയും വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകർക്ക്. സൗമ്യമായ സംസാരം, നല്ല ഗാനാലാപന ശക്തി, വളരെ നന്നായി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ രാധികയോട് വളരെയധികം സ്നേഹം പ്രേക്ഷകർക്കുണ്ടെന്നറിയാം. അതുപോലെ തന്നെയാണ് രാധികയോടും മക്കളോടും ഇപ്പോൾ അവർ സ്നേഹം പുലർത്തുന്നത്. ആ സ്നേഹം എപ്പോഴും അവരുടെ ഉള്ളിൽ തന്നെ കാണുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാഗ്യ ഇപ്പോൾ വിവാഹമെല്ലാം കഴിഞ്ഞ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ തുടങ്ങി. അക്കൂട്ടത്തിലാണ് പ്രേക്ഷകർ ഇപ്പോൾ ഭാഗ്യയും ശ്രേയസിനെയും ഏറ്റെടുത്തിരിക്കുന്നത്. ശ്രേയസ് കുറച്ചുകൂടി കാര്യങ്ങളെല്ലാം പുറത്ത് തുറന്നു പറയുന്ന ഒരു ടൈപ്പാണെന്ന് കൂടി തോന്നുന്നു എന്ന് പ്രേക്ഷകർ കമന്റ് ചെയ്യാറുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.